കെവിൻ, കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. കെ നായരുടെ പ്ലാന്റിന്റെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നാളെ തന്നെ ഒപ്പിട്ട് എന്റെ കൈ കിട്ടണം. ഞാൻ നന്ദനോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ കരുതിയത് അന്ന് തന്നെ എങ്ങനെയെങ്കിലും നന്ദൻ ദേവികയുടെ മനസ്സ് മാറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കുന്ന. ഞാൻ നന്ദനോട് പറയാം, നീ ടെൻഷൻ ആവാതെ. ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ ആവേണ്ടത് നിങ്ങളാ. നന്ദൻ ഒന്നാം പ്രതി, നീ കൂട്ടുപ്രതി. അല്ലാതെ എനിക്കെന്താ ഇതില് റോള്? നിങ്ങൾ ടെൻഷൻ അടിച്ചോ? നീ ഞാൻ പറയുന്ന വളച്ചൊടിക്കാതെ. ദേവിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ശരിയാക്കാം. എടാ, എത്രയും പെട്ടെന്നല്ല, നാളെ ശരിയാക്കണം. നാളെ സർട്ടിഫിക്കറ്റ് എന്റെ കൈ കിട്ടണം. കിട്ടിയേ പറ്റൂ. കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാ ദേവിക ഒരു MLA അല്ലേ? അറിയാലോ കാര്യങ്ങൾ. ആദർശം ദേവിക്ക് മാത്രം നോക്കിയാ മതിയോ? DYSP ഐസക് കുരുവിളയ്ക്ക് ആദർശം ഇല്ലെന്നാണോ? നീ എന്തായി പറയുന്നേ? എന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാ എന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ഇസബെല്ല, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. കെവിൻ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നന്ദന്റെ ജീവിതം വെച്ചിട്ടാ ദേവിക ആദർശം കളിക്കുന്നേ. അത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഞാൻ ഉറപ്പ് തരിക, കെ നായരുടെ കാര്യത്തിൽ നാളെ തന്നെ ഒരു അനുകൂല നടപടി ദേവികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം. എനിക്കിനി കെഞ്ചാനും കാലു പിടിക്കാനും ഒന്നും വയ്യ. നാളെ വൈകുന്നേരം 6 മണിവരെ ഞാൻ നോക്കും. അതിനുള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാപ്പനെ വിളിക്കും. ഞാൻ ഇതിന്ന് മാറുകയാണെന്നും ഇനിയൊക്കെ പാപ്പൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാനും പറയും. DYSP ഐസക് കുരുവിളയ്ക്ക് എന്റെ വാക്കിനപ്പുറം ഒന്നും ചിന്തിക്കാനും കാണില്ല. ഇസബെല്ല, ഇക്കാര്യത്തിൽ നീ ഇങ്ങനെ പ്രതികരിക്കല്ലേ. എല്ലാം ശരിയാവും. ശരിയാവുന്നുള്ള നിന്റെ വാക്കിന്റെ പുറത്തെ ഞാൻ അടങ്ങുമെന്ന് കരുതണ്ട. പിന്നെ എന്തു വേണം? മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തരണോ? എടാ, വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനം. ഞാൻ നിന്റെയും നന്ദന്റെയും ഒക്കെ കൂടെ നിൽക്കുന്നത് എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ല. പക്ഷെ ഇങ്ങോട്ട് വെച്ച വാഗ്ദാനം നിങ്ങൾ പാലിച്ചേ പറ്റൂ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നീ ആ കെ നായരെ അറിയിച്ചോ നാളെ ലൈസൻസ് കിട്ടുമെന്ന്. Are you sure? യെസ്. ഒരു കരി കുടിക്കല്ലേ?